എല്ലാവർക്കും ചോക്ക് ഡ്രീംസിലേക്ക് സ്വാഗതം. 21-2-2026 നടന്ന കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ പരിസര പഠനം അഥവാ EVS വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേടെറ്റ് കാറ്റഗറി 1 പാർട്ട് 1 എൻവയൺമെന്റൽ സ്റ്റഡീസ്. 61. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ മരവാഴ എപ്പിഫൈറ്റ്, ഓപ്ഷൻ ബി ഇത്തിൽക്കണ്ണി പൂർണ്ണപരാതം, ഓപ്ഷൻ സി മൂടില്ലാത്താളി അർദ്ധപരാതം, ഓപ്ഷൻ ഡി കൂൺ കീടഭോജി സസ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ മരവാഴ എപ്പിഫൈറ്റ്. 62. ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ നടന്ന ശരിയായ കാലക്രമം. ഓപ്ഷൻ എ ടെലിഫോൺ, മൈക്രോസ്കോപ്പ്, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഓപ്ഷൻ ബി മൈക്രോസ്കോപ്പ്, ടെലിഫോൺ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഓപ്ഷൻ സി ടെലിവിഷൻ, ടെലിഫോൺ, മൈക്രോസ്കോപ്പ്, മൊബൈൽ ഫോൺ, ഓപ്ഷൻ ഡി ടെലിഫോൺ, ടെലിവിഷൻ, മൈക്രോസ്കോപ്പ്, മൊബൈൽ ഫോൺ. ഉത്തരം ഓപ്ഷൻ ബി മൈക്രോസ്കോപ്പ്, ടെലിഫോൺ, ടെലിവിഷൻ, മൊബൈൽ ഫോൺ. 63. മനുഷ്യ ശരീരത്തിൽ ജലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവയവം. ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി തലച്ചോർ, ഓപ്ഷൻ ഡി ഹൃദയം. ഉത്തരം ഓപ്ഷൻ സി തലച്ചോർ. 64. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയ. ഓപ്ഷൻ എ വിബ്രിയെ, ഓപ്ഷൻ ബി സാൽമൊണല്ല, ഓപ്ഷൻ സി ഷിഗല്ല, ഓപ്ഷൻ ഡി ഈകോളി. ഉത്തരം ഓപ്ഷൻ ബി സാൽമൊണല്ല. 65. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ആകൃതി, വലിപ്പം, അതിരുകൾ ഇവ തിരിച്ചറിയുവാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം. ഓപ്ഷൻ എ സെമിനാർ, ഓപ്ഷൻ ബി ജിഗ്സോ, ഓപ്ഷൻ സി നാടകീകരണം, ഓപ്ഷൻ ഡി സംവാദം. ഉത്തരം ഓപ്ഷൻ ബി ജിഗ്സോ. 66. തേനീച്ചയുടെ കുത്തേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ. ഓപ്ഷൻ എ കുത്തേറ്റ ഭാഗം ചൂടുവെള്ളത്തിൽ കഴുകുക, ഓപ്ഷൻ ബി കുത്തേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ കഴുകുക, ഓപ്ഷൻ സി കുത്തേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കുക, ഓപ്ഷൻ ഡി കുത്തേറ്റ ഭാഗത്തുള്ള മുള്ള് നീക്കം ചെയ്യുക. ഉത്തരം ഓപ്ഷൻ എ കുത്തേറ്റ ഭാഗം ചൂടുവെള്ളത്തിൽ കഴുകുക. 67. താഴെ പറയുന്നവയിൽ സൗരോർജ്ജത്തിന്റെ ഇടപെടലില്ലാതെ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജസ്രോതസ്. ഓപ്ഷൻ എ ഭൗമതാപോർജ്ജം, ഓപ്ഷൻ ബി കാറ്റ്, ഓപ്ഷൻ സി ബയോഗ്യാസ്, ഓപ്ഷൻ ഡി തിരമാല. ഉത്തരം ഓപ്ഷൻ എ ഭൗമതാപോർജ്ജം. 68. മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ രോഹു, കരിമീൻ, ടിലോപ്പിയ, ഓപ്ഷൻ ബി മത്തി, നെയ്മീൻ, സ്രാവ്, ഓപ്ഷൻ സി ജെല്ലി ഫിഷ്, ചെമ്മീൻ, നക്ഷത്രമത്സ്യം, ഓപ്ഷൻ ഡി ഗോൾഡ് ഫിഷ്, ഗപ്പി, മുഷി. ഉത്തരം ഓപ്ഷൻ സി ജെല്ലി ഫിഷ്, ചെമ്മീൻ, നക്ഷത്രമത്സ്യം. 69. നേടിയ അറിവിന്റെ പ്രയോഗം നടക്കുന്ന അന്വേഷണാത്മക പഠന സമീപനത്തിന്റെ ഘട്ടം. ഓപ്ഷൻ എ എൻഗേജ്, ഓപ്ഷൻ ബി എക്സ്പ്ലോർ, ഓപ്ഷൻ സി ഇലാബൊറേറ്റ്, ഓപ്ഷൻ ഡി എക്സ്പ്ലെയിൻ. ഉത്തരം ഓപ്ഷൻ സി ഇലാബൊറേറ്റ്. 70. നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി പുസ്തകത്തിന്റെ രചയിതാവ്. ഓപ്ഷൻ എ വന്ദന ശിവ, ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ, ഓപ്ഷൻ സി ഗ്രേറ്റ ട്യൂൺബർഗ്, ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. ഉത്തരം ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. 71. കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി. ഓപ്ഷൻ എ കുയിൽ, ഓപ്ഷൻ ബി കാട്ടുകോഴി, ഓപ്ഷൻ സി വേഴാമ്പൽ, ഓപ്ഷൻ ഡി മയിൽ. ഉത്തരം ഓപ്ഷൻ സി വേഴാമ്പൽ. 72. 2026 ഐക്യരാഷ്ട്ര സംഘടന 3 വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നു. ഇവയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സുസ്ഥിര വികസനത്തിനും സന്നദ്ധ സേവനത്തിനുമുള്ള അന്താരാഷ്ട്ര വർഷം, ഓപ്ഷൻ ബി സ്ത്രീ കർഷകന്റെ അന്താരാഷ്ട്ര വർഷം, ഓപ്ഷൻ സി ക്വാണ്ടം ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും സംബന്ധിച്ച അന്താരാഷ്ട്ര വർഷം, ഓപ്ഷൻ ഡി റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം. ഉത്തരം ഓപ്ഷൻ ബി
സ്ത്രീ കർഷകന്റെ അന്താരാഷ്ട്ര വർഷം. 73. വൃത്തി നൽകും ശക്തി എന്ന യൂണിറ്റിന്റെ അവസാനം നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റുകൾ, ചെക്ക്ലിസ്റ്റുകൾ എന്നിവ കുട്ടികൾ വ്യക്തിഗതമായി പൂർത്തിയാക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള വിലയിരുത്തലിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ബി വിലയിരുത്തൽ തന്നെ പഠനം, ഓപ്ഷൻ സി ടേം വിലയിരുത്തൽ, ഓപ്ഷൻ ഡി പഠനത്തെ വിലയിരുത്തൽ. ഉത്തരം ഓപ്ഷൻ ബി വിലയിരുത്തൽ തന്നെ പഠനം. 74. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അല്ലാത്തത്? ഓപ്ഷൻ എ മയിൽ, ഓപ്ഷൻ ബി ആൽ, ഓപ്ഷൻ സി കണിക്കൊന്ന, ഓപ്ഷൻ ഡി കടുവ. ഉത്തരം ഓപ്ഷൻ സി കണിക്കൊന്ന. 75. ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ ഉയരം, തണ്ടിന്റെ കാഠിന്യം, ആയുസ്സ് എന്നിവയിൽ വ്യത്യാസമുണ്ട് എന്ന ആശയം രൂപീകരിക്കുമ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികളിൽ പ്രധാനമായും വികസിക്കുന്ന പ്രക്രിയാശേഷി? ഓപ്ഷൻ എ വർഗീകരണം, ഓപ്ഷൻ ബി സംവേദനം, ഓപ്ഷൻ സി പരികൽപ്പന രൂപീകരിക്കൽ, ഓപ്ഷൻ ഡി നിരീക്ഷണം. ഉത്തരം ഓപ്ഷൻ എ വർഗീകരണം. 76. കടലിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസം? ഓപ്ഷൻ എ പ്രകീർണനം അഥവാ സ്കാറ്ററിംഗ്, ഓപ്ഷൻ ബി അപവർത്തനം, ഓപ്ഷൻ സി ആന്തരപ്രതിഫലനം, ഓപ്ഷൻ ഡി പ്രതിഫലനം. ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. 77. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ക്യൂണിക്കൾച്ചർ കൂൺ കൃഷി, ഓപ്ഷൻ ബി സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ, ഓപ്ഷൻ സി എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ, ഓപ്ഷൻ ഡി പിസികൾച്ചർ മത്സ്യകൃഷി. ഉത്തരം ഓപ്ഷൻ എ ക്യൂണിക്കൾച്ചർ കൂൺ കൃഷി. 78. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലായി സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ആകാശഗോളങ്ങൾ? ഓപ്ഷൻ എ ആസ്റ്ററോയിഡുകൾ, ഓപ്ഷൻ ബി ധൂമകേതുക്കൾ, ഓപ്ഷൻ സി ഉൽക്കാശിലകൾ, ഓപ്ഷൻ ഡി ഉപഗ്രഹങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആസ്റ്ററോയിഡുകൾ. 79. ഫാർമാസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണം നടത്താവുന്ന ഏറ്റവും അനുയോജ്യമായ ദിവസം? ഓപ്ഷൻ എ ഒക്ടോബർ 16, ഓപ്ഷൻ ബി സെപ്റ്റംബർ 16, ഓപ്ഷൻ സി ജൂൺ 5, ഓപ്ഷൻ ഡി നവംബർ 7. ഉത്തരം ഓപ്ഷൻ എ ഒക്ടോബർ 16. 80. താഴെ പറയുന്നവയിൽ ശാസ്ത്ര നിയമത്തിന്റെ ഘട്ടങ്ങളിൽ വിട്ടുപോയ ഘട്ടങ്ങൾ ഏതെല്ലാം? 1 ഡാഷ്, 2 പരികൽപ്പന രൂപീകരിക്കൽ, 3 ഡാഷ്, 4 വിവരശേഖരണം, 5 ഡാഷ്, 6 നിഗമനത്തിലെത്തുകൽ. ഓപ്ഷൻ എ പഠനരീതി ആസൂത്രണം ചെയ്യൽ, പ്രശ്നം ഉന്നയിക്കൽ, അപഗ്രഥനം. ഓപ്ഷൻ ബി പ്രശ്നം ഉന്നയിക്കൽ, പഠനരീതി ആസൂത്രണം ചെയ്യൽ, അപഗ്രഥനം. ഓപ്ഷൻ സി പ്രശ്നം ഉന്നയിക്കൽ, പ്രവചിക്കൽ, പ്രയോഗിക്കൽ. ഓപ്ഷൻ ഡി നിരീക്ഷിക്കൽ, പ്രശ്നാവതരണം, അപഗ്രഥനം. ഉത്തരം ഓപ്ഷൻ ബി പ്രശ്നം ഉന്നയിക്കൽ, പഠനരീതി ആസൂത്രണം ചെയ്യൽ, അപഗ്രഥനം. 81. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ഓപ്ഷൻ എ ചുവന്ന മണ്ണ്, ഓപ്ഷൻ ബി വനമണ്ണ്, ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ, ഓപ്ഷൻ ഡി തീരദേശ മണ്ണ്. ഉത്തരം ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്. 82. വിഭവഭൂപടം എന്നാൽ എന്ത്? ഓപ്ഷൻ എ ആശയങ്ങളെയും ഉപാശയങ്ങളെയും ലിങ്കിംഗ് വാക്കുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന ചിത്രീകരണം, ഓപ്ഷൻ ബി ഭൂപടത്തിൽ വിവിധ ഭക്ഷണവസ്തുക്കൾ ചിത്രീകരിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി ഭൂപടത്തിൽ വിവിധ അസംസ്കൃത വസ്തുക്കൾ ചിത്രീകരിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി വിദ്യാലയത്തിനു ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണം. ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാലയത്തിനു ചുറ്റുമുള്ള പഠന വിഭവങ്ങളുടെ ചിത്രീകരണം. 83. 2026 ജനുവരി 3 പൗർണമിയാണെങ്കിൽ അടുത്ത പൗർണമി ഏതു ദിവസമായിരിക്കും? ഓപ്ഷൻ എ 2026 ജനുവരി 18, ഓപ്ഷൻ ബി 2026 ജനുവരി 30, ഓപ്ഷൻ സി 2026 ഫെബ്രുവരി 1, ഓപ്ഷൻ ഡി 2026 ഫെബ്രുവരി 3. ഉത്തരം ഓപ്ഷൻ സി 2026 ഫെബ്രുവരി 1. ചന്ദ്രമാസം ഏകദേശം 29.5 ദിവസം ആയതിനാൽ. 84. പരിസര പഠന ക്ലാസ്സിൽ നിരീക്ഷണക്കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ
ചിത്രീകരണത്തിന്റെ സാധ്യത ഉപയോഗിക്കാൻ എന്റെ ക്ലാസ്സിലെ 20 കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാം? ഇത് ടീച്ചർ ഏർപ്പെടുന്ന ക്രിയാഗവേഷണത്തിന്റെ ഏത് ഘട്ടത്തിൽ വരും? ഓപ്ഷൻ എ പ്രശ്നം തിരിച്ചറിയുന്നു. ഓപ്ഷൻ ബി പ്രശ്നം സൂക്ഷ്മതലത്തിൽ നിർവചിക്കുന്നു. ഓപ്ഷൻ സി പ്രശ്നകാരണങ്ങൾ കണ്ടെത്തുന്നു. ഓപ്ഷൻ ഡി പ്രവർത്തന പരികൽപ്പന രൂപീകരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി പ്രശ്നം സൂക്ഷ്മതലത്തിൽ നിർവചിക്കുന്നു. 85. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്നു. ഇത് ഏത് ശാസ്ത്രവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ആശയം, ഓപ്ഷൻ ബി നിയമം, ഓപ്ഷൻ സി സിദ്ധാന്തം, ഓപ്ഷൻ ഡി തത്വം അഥവാ പ്രിൻസിപ്പൽ. ഉത്തരം ഓപ്ഷൻ ഡി തത്വം. 86. അമീബ, പരമീസിയം എന്നീ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം. മൊണീറ, പ്രൊട്ടിസ്റ്റ, അനിമേലിയ, ഫംജൈ. ഉത്തരം ബി പ്രൊട്ടിസ്റ്റ. 87. താഴെ പറയുന്നവയിൽ ആവാസവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള എക്സിറ്റു ജൈവവൈവിധ്യ സംരക്ഷണത്തിന് ഉദാഹരണം: ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഉത്തരം സി ജൈവവൈവിധ്യ ഉദ്യാനങ്ങൾ. 88. വിളർച്ച അഥവാ അനീമിയ ഉണ്ടാകുന്നത് ഏത് പോഷകഘടകത്തിന്റെ അഭാവം മൂലമാണ്? ജീവകങ്ങൾ, ധാന്യകം, ധാതുലവണങ്ങൾ, കൊഴുപ്പുകൾ. ഉത്തരം സി ധാതുലവണങ്ങൾ, മിനറൽസ് അഥവാ അയൺ. 89. വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയും വേര്, തണ്ട്, ഇല എന്ന് വേർതിരിക്കാനാവാതെ നാരുപോലുള്ള ശരീരമുള്ള സസ്യവിഭാഗം. ടെറിഡോഫൈറ്റ, ബ്രയോഫൈറ്റ, താലോഫൈറ്റ, ജിംനോസ്പേംസ്. ഉത്തരം സി താലോഫൈറ്റ. 90. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH-183A, NH-183, NH-66, NH-744. ഉത്തരം സി NH-66. EVS വിഭാഗത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.